കണ്ണു നടച്ച് നമ്മൾ പറയേണ്ടത് നരസിംഹ അവതാരമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ 5 വയസ്സുള്ള ഒരു ചെറിയ ഭക്തന്റെ മനസ്സ് കണ്ടിട്ട്, ആ കുട്ടിയുടെ ഹൃദയം കണ്ടിട്ട്, ആ വാക്കുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ അവതാരമെടുത്തു, നരസിംഹരൂപിയായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വിഷ്ണവാം ച ശ്രീരൂപം സഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ശില്പമാതാജി കണ്ടിന്യൂ. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം ശ്രീകൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ്ച. हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. അമല്യ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഗുരു, അമല്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ആ ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗ്രേഡ് 1 തൊട്ട് ഗ്രേഡ് 2 വരെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായ ആ നരസിംഹ ഭഗവാന്റെ ആ അവതാര ദിനം. നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആ ഭഗവാനെ കാണുക, ഭഗവാനെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുക. ഇന്ന് ഇവിടെ നമ്മൾ നടക്കാൻ പോകുന്ന ചടങ്ങുകൾ, കർമ്മങ്ങൾ, നമ്മൾ ആദ്യം നരസിംഹ കവചം ചൊല്ലും. നരസിംഹ കവചം ചൊല്ലിയതിന് ശേഷം നരസിംഹ അഷ്ടോത്തരി നമ്മൾ ചൊല്ലും. അപ്പോൾ പൂവ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൂവ് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ ഏറ്റവും അവസാനം ഇടാനായിട്ട് ആ പൂവ് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ആ അഷ്ടോത്തരി ചൊല്ലാം. ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ആ പുഷ്പാഞ്ജലി സമർപ്പിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പം പൂവൊന്നും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പോകാൻ. അപ്പം മനസ്സുകൊണ്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നരസിംഹ ആരതിയോടുകൂടി കൺക്ലൂഡ് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രേഷ്ഠമായ ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആ പ്രഹ്ലാദൻ, ഹിരണ്യകശുവിൻ്റെ മകൻ, ആ 5 വയസ്സായ കുട്ടിയുടെ ആ അടിയുറച്ച ദൃഢതമമായ വിശ്വാസം. അച്ഛൻ പറയുന്നു,
ഹിരണ്യായ നമഃ എന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇത് ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ഹിരണ്യായ നമഃ എന്ന് പറയുമ്പോൾ അല്ല, നമഃ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ മുന്നിൽ മാത്രമായിരിക്കും എന്ന്. അത് ആരാണ് നിന്റെ ഭഗവാൻ എന്ന് ചോദിക്കുമ്പോൾ സാക്ഷാൽ നാരായണൻ ഇന്ന് യാതൊരു കൂസലുമില്ലാതെ ആ പ്രഹ്ലാദൻ തൻ്റെ അച്ഛനോട് പറയുമ്പോൾ ആ ഒരു വിശ്വാസം, ആ അചഞ്ചലമായ വിശ്വാസത്തെ, അപ്പൊ നിന്റെ നാരായണൻ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എവിടെയും കാണാം. സർവസ്യ ചാഹം സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച വേദയിച്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത്വിദേവ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ, എല്ലാ ചരങ്ങളിലും അചാരങ്ങളിലും എല്ലാം എന്റെ ഭഗവാന് ഉണ്ട് എന്ന് പറയുമ്പോൾ തമാശ രൂപേണ കളിയാക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തൂണിലടിക്കുമ്പോൾ അവിടെ നിന്ന് പ്രഹ്ലാദന്റെ വാക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്ന് തന്നെ ലക്ഷ്മി ദേവി പോലും ഭയചകിതയായി നരസിംഹ ഭഗവാന്റെ ആ രുദ്രഭാവം കണ്ടിട്ട് അവസാനം നാരദ മഹർഷി പറയുകയാണ്, പ്രഹ്ലാദ മകനെ, നിനക്ക് മാത്രമേ, നിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ നരസിംഹ ഭഗവാന്റെ ആ താപം, ചൂട് ശമിപ്പിക്കാൻ പറ്റുകയുള്ളൂ, മറ്റൊന്നിനും ഉപായമില്ല എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ തന്നെ നരസിംഹ ഭഗവാന്റെ അടുത്തേക്ക് വിടുമ്പോൾ നരസിംഹ ഭഗവാൻ 2 കൈയും നീട്ടി ഭഗവാന്റെ മടിയിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. അത്രയും നേരം ഉഗ്രരൂപിയായിട്ട് നിൽക്കുകയാണ് പഴയ ഭഗവാൻ. അതാണ് ഭഗവാൻ അത്രയും ദീനബന്ധുവാണ്. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോവേശ ഗോപിയാകാന്ത രാധാകാന്ത നമസ്തേ. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ, ദീനന്മാരുടെ സുഹൃത്താണ്, ഭക്തന്മാരുടെ സുഹൃത്താണ്. ഭക്തന്മാരുടെ വാക്കുകൾ ഒരിക്കലും മാറ്റി കളയുകയില്ല ഭഗവാൻ. ഭഗവാനെ രഥചക്രപാണി എന്ന് ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഭീഷ്മദേവർ അർജുനനെതിരായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, അമ്പെയ്യുമ്പോൾ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ അവിടെ ആ ശപഥം തെറ്റിച്ചുകൊണ്ട് രഥത്തിന്റെ ചക്രം എടുത്തുകൊണ്ട് ഭീഷ്മദേവരുടെ മുന്നിലേക്ക് വരികയാണ്. അവിടെയാണ് ഭഗവാനെ കാണുന്നത്, രഥചക്രപാണി. ആ നരസിംഹ ഭഗവാനെ നമുക്കും നമ്മുടെ കുടുംബത്തിനും സംരക്ഷണം തരട്ടെ, ഐശ്വര്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആദ്യം നരസിംഹ കവചം ചൊല്ലാം. നരസിംഹ കവചം ശ്യാം സുധീർ പ്രഭു റെഡിയാണോ? നരസിംഹ കവചം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. റെഡിയല്ലേ? അപ്പം എല്ലാവരും ഈ സ്ക്രീൻ കണ്ടിട്ട് അതിനൊപ്പം തന്നെ മനസ്സുകൊണ്ട് മ്യൂട്ട് ആയിട്ട് ജപിക്കുക. ഓക്കെ, വളരെ സ്ലോയിലായിരിക്കും ചെല്ലുന്നത് നരസിംഹ കവചം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്റ്റാർട്ട് ചെയ്തോളൂ. சொல்லட்டே വൺ ബൈ വൺ അല്ല, പ്രഭു ചൊല്ലിക്കോളൂ, ഞങ്ങള് കൂടെ ചൊല്ലാം. ഓക്കെ, നരസിംഹ കവചം പക്ഷേ വളരെ സ്ലോയിൽ ചൊല്ലിക്കോളൂ. നരസിംഹ കവചം പക്ഷേ പ്രഹ്ലാദേനോദിതം പുരാ സർവരക്ഷാകരം പുണ്യം സർവോപദ്രവനാശനം
सर्वसम्पत्करं चैव स्वर्गमोक्षप्रदायकं द्वात्या नरसिंहदेवेशं हेमसिंहासनस्थितं विवृतास्यं त्रिनयनं शरदिन्दुसमप्रभं लक्ष्म्यालिङ्गितवामाङ्गं विभूतिरुपासितं चतुर्भुजं कोमलाङ्गं स्वर्णकुण्डलशोभितं सरोजशोभितोरस्तं रक्तकेयूरमुद्रितं तप्तकाञ्चन सङ्काशं पीतनिर्मलवाससम् इन्द्रादिसुरमौलिस्तस्फुरन्माणिक्यदीप्तिभिः विराजितपदद्वन्द्वं शङ्खचक्रादिकेदिभिः गरुत्मता च विनया स्तूयमानं मुदान्वितं स्फुर्कमलसंवासं कृत्वा तु कवचं पठेत् नृसिंहो मे शिरःपादो लोकरक्षात्मसम्भवः सर्वगोपी संभवस्तफालं मेरष्टदूधुनिं नरसिंहो मे दृशपादो सोमसूर्याग्निलोचनः स्तुतिं मे पादु नरहरि मुनिर्वर्यस्तुतिप्रिया नासं मे सिंहासनस्तु मुगं लक्ष्मीमुखप्रिया सर्वविद्याधिपपादो नरसिंहो रसना मम वक्त्रं पादिन्दुवदनः सदा प्रह्लादवन्दितः नरसिंहः पादु मे कण्ठं स्कन्दो भूभरणान्तकृत् दिव्यास्त्रशोभितभुजो नरसिंहः पादु मे भुजौ करो मे देववरदो नरसिंहः पादु सर्वतः हृदयं योगिसाधिष्ठां निवासं पादु मे हरिः मध्यं पादु हिरण्याक्ष वक्षकुक्षिविदारणः नाभिं मे पादु नृहरि स्वनाभिर्ब्रह्म संस्तुतः ब्रह्माण्डकोटयकट्यां यस्यास्तौ पादु मे कटिं गुह्यं मे पादु गुह्यानां मन्त्राणां गुह्यरूपधृक् ऊरु मनोभव पादु जानुनीधररूपधृक् जङ्घे पादु धराभारा हर्ता योऽसौ केशरी सूर्यराज्यप्रदपादो पादौ मे नृहरीश्वरः सहस्रशीर्षा पुरुषः पादु मे सर्वसस्तनुं महोग्रपूर्वतपादो महावीराग्रजोऽग्नितः महाविष्णुदक्षिणेषु महाज्वालस्तु नैरतौ पश्चिमे पादु सर्वेषु दिशि मे सर्वतोमुखः नरसिंहः पादु वायव्यां सौम्यां भूषणविग्रहः ईशान्यं पादु भद्रो मे सर्वमङ्गलदायकः संसारभयदपादो मृत्यो नृकेशरी इदं नरसिंहकवचं प्रह्लादमुखमण्डितं भक्तिमान्यपडे नित्यं सर्वपापे प्रमुच्यते पुत्रवान् धनवान् लोके दीर्घायुरुपजायते यं यं कामयते कामं तं तं प्राप्नोति संशयम् सर्वत्र जयमाप्नोति सर्वत्र विजयी भवेत् भूम्यन्तरिक्ष दिव्यानां ग्रहाणां विनिवारणं वृष्टिघोरकसम्भूता विशाखहरणं परं ब्रह्मराक्षसरक्षाणां पुरोचारणकारणं भूर्देवातालपत्रे वा कवचं लिखितं शुभं करमूले धृतं येन सिद्धये कर्मसिद्धयः देवासुरमनुष्येषु स्वमेव जयं लभेत् एकसन्ध्यं त्रिसन्ध्यं वा यः पठेत् सर्वमङ्गलमाङ्गल्यं मुक्तिं च विन्दति द्वात्रिंशत्सहस्राणि पठे शुद्धात्मनां कवचस्य मन्त्रस्य मन्त्रसिद्धिप्रजायते अनेन मन्त्रराजेन कृत्वा भस्माभिमन्त्रणम् तिलकट्टिप्रियास्तु तस्य ग्रहवयं हरेत् त्रिवारं जपमानस्तु दत्तं वार्याभिमन्त्रिजा प्राशयेद्यं वरं मन्त्रं नरसिंहध्यानमाचरेत् तस्य योगा प्रणश्यन्ति ये च सम्भवाः किमत्र बहुनोक्तेन नरसिंहस्तुतशोभे मनसा चिन्तितं यत्तु तच्चाप्नोत्य संशयम् गर्जयन्तं गर्जयन्तं निजभुजपटलं स्फोटयन्तं हडन्तं दीप्यन्तं तापयन्तं दिवि द्विजं क्षेपयन्तं क्षिपन्तं
क्रन्दन्तं रोषयन्तं दिशि दिशि सततं संहरन्तं हरन्तं वीक्षन्तं पूर्णयन्तं करनिकरशते दिव्यसिंहं नमामि गर्जन्तं गर्जयन्तं निजभुजपटलं स्फोटयन्तं हडन्तं दीप्यन्तं तापयन्तं दिवि भुवि दिशिचं क्षेपयन्तं क्षिपन्तं क्रन्दन्तं रोषयन्तं दिशि दिशि सततं संहरन्तं हरन्तं वीक्षन्तं पूर्णयन्तं करनिकरशते दिव्यसिंहं नमामि गर्जन्तं गर्जयन्तं निजभुजपटलं स्फोटयन्तं हडन्तं ऋभ्यन्तं तापयन्तं दिवि भुवि दिशिचं क्षेपयन्तं क्षिपन्तं क्रन्दन्तं रोषयन्तं दिशि दिशि सततं संहरन्तं हरन्तं वीक्षन्तं पूर्णयन्तं करनिकरशते दिव्यसिंहं नमामि इति श्री ब्रह्मांड पुराण प्रह्लादोक्तं श्री नरसिंह कवचं संपूर्णम्। हरे कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे हरे माता नरसिंह पिता नरसिंह राधा नरसिंह सखा नरसिंह विद्या नरसिंह द्रविणं नरसिंह स्वामी नरसिंह सकलं नरसिंह इदो नरसिंह परदो नरसिंह यदो यदो यामि तदो नरसिंह नरसिंहदेवा परो न गच्छित् तस्मात् नरसिंहं शरणं प्रपद्ये। हरे कृष्ण 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 हरे 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 राम 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 हरे हरे ध्येयं सदा भरोऽग्नमभीष्टदोहं तीर्थास्पदं शिवविरञ्जिनूदं शरण्यं वृत्तात्तिकं प्रणतपरमाप्तिबोधं वन्दे महापुरुषदे चरणारविन्दं दिक्त्वा सुसिज्य सुरेप्सितराज्यरश्मिं धर्मिष्ठ आर्यवयसा यदगातरण्यं मायामृगं युक्तमन्वत्तावद् वन्दे महापुरुषदे चरणारविन्दं। हरे कृष्ण 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 हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमो ഭഗവതേ വാസുദേവായ. നമ്മള് നരസിംഹ കവചം ചൊല്ലിക്കഴിഞ്ഞു. ഇത് ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തില് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെന്നിക്കഴിഞ്ഞാല് ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറും. യുവതാരങ്ങളെ വിശ്വസിച്ച യുവകപ്പലെ ടീം ഒരു ചെയ്യുന്നുണ്ട്. ഇനി നമ്മള് ചെല്ലാൻ പോകുന്നത് ഇനി നമ്മള് അഷ്ടോത്തരാവലിയാണ് ചൊല്ലുന്നത്. അർച്ചനയായിട്ടാണ് ചൊല്ലുന്നത്. മനസ്സുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഭഗവാനില്. അത് കഴിഞ്ഞിട്ട് നാരായണീയത്തിലെ നരസിംഹ ഭഗവാന്റെ അവതാരവുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകങ്ങൾ ചൊല്ലുന്നതായിരിക്കും. നമ്മൾ ഹരേ കൃഷ്ണ ഇത് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പം ഓരോരുത്തരും കൂടെ ഒപ്പം ചൊല്ലിയാൽ മതി. വളരെ സാവധാനമാണ് ചെല്ലുന്നത്. നരസിംഹ ഭഗവാന്റെ സംരക്ഷണയും അനുഗ്രഹവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. സിമ്മി ഹരേ കൃഷ്ണ. ബാബുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നരസിംഹായ നമഃ. ഓം മഹാസിംഹായ നമഃ. ഓം നരസിംഹായ നമഃ. ഓം മഹാബലായ നമഃ. ഓം ഉഗ്രസിംഹായ നമഃ.
ഓം മഹാദേവായ നമഃ. ഓം സ്തംഭജായ നമഃ. ഓം ായ നമഃ. ഓം രായ നമഃ. ഓം സർവഭൂതായ നമഃ. ഓം ശ്രീമന്യായ നമഃ. ഓം യോഗനന്ദായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം ഹരിണേ നമഃ. ഓം കോലാഹലായ നമഃ. ഓം ചക്രിണേ നമഃ. ഓം വിജയായ നമഃ. ഓം ജയവർദ്ധനായ നമഃ. ഓം പഞ്ചജനായ നമഃ. ഓം ബ്രഹ്മായ നമഃ. ഓം അഘോരായ നമഃ. ഓം വിക്രമായ നമഃ. ഓം ജലന്മുഖായ നമഃ. ഓം ജ്വാലിനേ നമഃ. ഓം മഹജ്വാലായ നമഃ. ഓം മഹപ്രഭുവായ നമഃ. ഓം നിധിലക്ഷ്യായ നമഃ. ഓം സഹസ്രാക്ഷായ നമഃ. ഓം നിരീക്ഷായ നമഃ. ഓം പ്രതാപന്യായ നമഃ. ഓം മഹാദംഷ്ട്രായ നമഃ. ഓം യുധപ്രജ്ഞായ നമഃ. ഓം ചണ്ഡകോപിനേ നമഃ. ഓം സദാശിവായ നമഃ. ഓം ഹിരണ്യകശിപൂദംശിനേ നമഃ. ഓം ദൈത്യദാനവഭഞ്ജനായ നമഃ. ഓം ഗുണഭദ്രായ നമഃ. ഓം മഹാഭദ്രായ നമഃ. ഓം ബലഭദ്രായ നമഃ. ഓം സുഭദ്രകായ നമഃ. ഓം കരാലായ നമഃ. ഓം വികാരാലായ നമഃ. ഓം വികർത്തായ നമഃ. ഓം സർവകാർത്തികായ നമഃ. ഓം ശിശുമാരായ നമഃ. ഓം ത്രിലോകാത്മായ നമഃ. ഓം ഈശായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം വിഭുവായ നമഃ. ഓം ഭയവരദാംബരായ നമഃ. ഓം ദിവ്യായ നമഃ. ഓം അച്യുതായ നമഃ. ഓം കവിനേ നമഃ. ഓം മാധവായ നമഃ. ഓം അഭോക്ഷജായ നമഃ. ഓം അക്ഷരായ നമഃ. ഓം സർവായ നമഃ. ഓം വനമായേ നമഃ. ഓം വരപ്രദായ നമഃ. ഓം വിശ്വംഭരായ നമഃ. ഓം അത്ഭുതായ നമഃ. ഓം ഭവ്യായ നമഃ. ഓം ശ്രീ വിഷ്ണവേ നമഃ. ഓം പുരുഷോത്തമായ നമഃ. ഓം അനഘസ്ത്രായ നമഃ. ഓം നക്ഷത്രായ നമഃ. ഓം സൂര്യജ്യോതിനേ നമഃ. ഓം സുരേശ്വരായ നമഃ. ഓം സഹസ്രബാഹുവായ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം സർവസിദ്ധിപ്രദായകായ നമഃ. ഓം വജ്രനംഷ്ട്രായ നമഃ. ഓം വജ്രനഖായ നമഃ. ഓം മഹാനന്ദായ നമഃ. ഓം പരന്തവായ നമഃ. ഓം സർവമന്ത്രൈകരൂപായ നമഃ. ഓം സർവയന്ത്രവിദാരമായ നമഃ. ഓം സർവതന്ത്രാത്മകായ നമഃ. ഓം അവ്യക്തായ നമഃ. ഓം സുവ്യക്തായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം വൈശാഖ ശുക്ലഭൂത്തതായ നമഃ. ഓം ശരണാഗതവത്സലായ നമഃ. ഓം ഉദാരകിരീടിനേ നമഃ. ഓം പുണ്യാത്മായ നമഃ. ഓം മഹാത്മായ നമഃ. ഓം ചന്ദ്രവിക്രമായ നമഃ. ഓം വേദത്രയായ നമഃ. ഓം പ്രപൂജ്യായ നമഃ. ഓം ഭഗവാനായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം ശ്രീവത്സമാകമായ നമഃ. ഓം ജഗദ്വ്യാപിനേ നമഃ. ഓം ജഗന്മയായ നമഃ. ഓം ജഗത്പലായ നമഃ. ഓം ജഗന്നാഥായ നമഃ. ഓം മഹാകായ നമഃ. ഓം ദിരൂപവൃതായ നമഃ. ഓം പരമാത്മായ നമഃ. ഓം പരം ജ്യോതിനേ നമഃ. ഓം നിർഗുണായ നമഃ. ഓം നരകേശ്വരിണേ നമഃ. ഓം പരം തത്വായ നമഃ. ഓം പരം ധാമായ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം ലക്ഷ്മീ നരസിംഹായ നമഃ. ഓം സർവാത്മായ നമഃ. ഓം ധീരായ നമഃ. ഓം പ്രഹ്ലാദപാലകായ നമഃ. ഓം പ്രഹ്ലാദപാലകായ നമഃ. ഓം പ്രഹ്ലാദപാലകായ നമഃ. Obeisance to Narasimhadeva, who is the protector of Prahlada Maharaja, and those of that nature surrendered unto him.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് ഈ മംഗളമുഹൂർത്തത്തില് നരസിംഹ ഭഗവാന്റെ അഷ്ടോത്തര നാമാവലി നമ്മൾ ചെയ്തു. നമ്മൾ ഇനി അടുത്തത് ഈ പുഷ്പം അവസാനം നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പുഷ്പമില്ലാത്തവര് മനസ്സുകൊണ്ട് ആ പുഷ്പാഞ്ജലി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കണം. അടുത്ത നാരായണീയത്തിൽ നിന്ന് നരസിംഹ ഭഗവാന്റെ അവതാരത്തെ ഇന്ന് ഇവിടെ സുമ മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. സുമ മാതാജി ഹരേ കൃഷ്ണ. കൃഷ്ണ സുമ മാതാജി ഹരേ കൃഷ്ണ. വോയിസ്. താങ്ക് യു അഭിനവ്. ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം നമ്മൾ നാരായണത്തിൽ നിന്ന് നരസിംഹ ഭഗവാന്റെ അവതാരം ചില ശ്ലോകങ്ങള് സുമ മാതാജി ഇപ്പൊ ഇന്നിവിടെ വായിക്കുന്നതായിരിക്കാം. ശ്രദ്ധാപൂർവം കേട്ടിരിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീര. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആകൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ രസ്തവാബുദ്ധവഃ. ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാദചലിതോപ്യം ഭോജഭൂർവിഷ്ടരാത്. തൂണിൽ വെട്ടിയ ഹിരണ്യകശിപുവിന്റെ ചെവികളെ പോലും പൊട്ടിക്കുന്നതും പ്രപഞ്ചമണ്ഡലത്തിന്റെ ഉൾഭാഗത്തെ കറക്കുന്നതും ഘോരതരവുമായ രീതിയിൽ അങ്ങ് അപ്പോൾ അട്ടഹസിച്ചു. പണ്ടൊരിക്കലും കേട്ടിട്ടില്ലാത്ത ആ ശബ്ദം കേട്ട് ആ അസുരരാജന്റെ ഹൃദയത്തിൽ എന്തെന്നല്ലാത്ത ഒരു പ്രകമ്പനമുണ്ടായി. ബ്രഹ്മാവ് പോലും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകി. വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വദുസ്തേ വിഭോ. കിം ഭീഷണമേതദ്ഭുതമിതി വ്യുത്ഭ്രാന്തചിത്തേ സുരേ. വിസ്ഫുരിച്ഛദ്ധവളോഗ്രരോമവികസിതദുഷ്മാ സമാജ്യം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ശോഭിച്ചിരിക്കുന്ന ആ അസുരൻ ചുറ്റും നോക്കിയപ്പോൾ സർവവ്യാപിയായ ദേവ, മൃഗസ്വരൂപത്തിലോ മനുഷ്യ സ്വരൂപത്തിലോ അല്ലാത്ത അങ്ങയുടെ ശരീരം തൂണിൽ നിന്ന് പുറത്തു വന്നു. ഭീഷണവും അത്ഭുതകരവുമായ ഈ രൂപം എന്തെന്നറിയാതെ അവൻ പരിഭ്രാന്ത ചിത്തനായിരിക്കെ ശോഭിക്കുന്ന വെളുത്ത രോമപടലത്തോടെ അങ്ങയുടെ ശരീരം അനുനിമിഷം വലുതായി വന്നു. സവർണഘൂർണധതിരൂക്ഷാക്ഷം സടാകേസര പ്രോക്കംബപ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപുഃ. വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഗഡ്ഗോഗ്രവൽഘന്മഹാ ജിഹ്വാനിർഗമദൃശ്യമാനസുമഹാ ദ്രംഷ്ടായുഗോഡ്ഡാമരം. തപ്തമായ സ്വർണത്തിന്റെ നിറത്തിൽ കറങ്ങുന്നവയും അതിരൂക്ഷങ്ങളുമായ കണ്ണുകളോടും
സടാകേസരങ്ങളുടെ ഇളക്കം മൂലം മറയ്ക്കപ്പെട്ട ആകാശത്തോടും വിശാലമായ ഗുഹ പോലെ പിളർന്ന വായുയോടും ഭയങ്കരമായി ഇളകുമ്പോൾ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാൾ പോലെയുള്ള നാവോടും രണ്ട് ദംഷ്ടങ്ങളോട് കൂടി ഭീതിജനകവും ആശ്ചര്യപ്രദവുമായ അങ്ങയുടെ നരസിംഹരൂപം വിജയപുതാക. ഉത്സർപ്പദ്വലിഭംഗഭീഷ്ണാഹനു പ്രസ്വസ്തവീയസ്തര ഗ്രീവം ഭീകരദോ ശതോദ്ഗതനഗ ക്രൂരാംശുദൂരോൽപണം വ്യോമോലംഘി ഘനാഗനോപമ പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപുഃ. ഗർജിക്കുമ്പോൾ മേൽപോട്ട് ചുളിയുന്ന അടയാളങ്ങളാൽ പേടി തോന്നിപ്പിക്കുന്ന കപാലത്തോടും ഹ്രസ്വവും അതിസ്ഥൂലവുമായ കഴുത്തോടും തടിച്ച കരശതങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന നഖങ്ങളുടെ ക്രൂരരശ്മികളാൽ ഭയങ്കരവും മാനം മുട്ടുന്ന ശരീരത്തോടും ഇടിവെട്ടും പോലെ ഗംഭീരമായ സ്വരത്താൽ പാലായനം ചെയ്യിക്കപ്പെട്ട എതിരാളികളാലും പ്രക്ഷോഭ പൂണ്ട അങ്ങയുടെ ആ നരസിംഹ രൂപത്തെ ഞാൻ വണങ്ങുന്നു. നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യത്കഥാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം മധ്യദാ ദൗർഭ്യം പൃഥുഭാമമും വീരോ നിർഗളിതോ ഖണ്ഡഫലകോ ഗൃഹ്ണൻ വിചിത്തശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദ ഭുവന ഗ്രാസ്യോദം ത്വമാഹോ. ഇത് നിശ്ചയമായും വിഷ്ണുവാണ്, ഇവനെ ഞാൻ കൊല്ലും എന്ന് ചിന്തിച്ചു ഹിരണ്യകശിപു ഗദ ചുറ്റിക്കൊണ്ട് ഭീഷണമായ രീതിയിൽ ഓടി അണഞ്ഞപ്പോൾ അങ്ങ് തന്റെ കനത്ത കൈകളാൽ അവനെ തടഞ്ഞു നിർത്തി. അപ്പോൾ വീരനായ അവൻ കൈകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും വാളും പരിചയവുമേന്തി യുദ്ധാഭ്യാസങ്ങൾ പ്രകടിപ്പിച്ച് ലോകത്തെ അപ്പാടെ വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന അങ്ങയെ എതിരിടുകയും ചെയ്തു. ഭ്രാമ്യന്തം ദിതിജാതമം പുനരപി പ്രോദ്ഗുഹ്യ ദൗർഭ്യാം ജവാത് ദ്വാരേ ധോരുയുഗേ നിപാത്യ നകരാൻ യുദ്ധായ വക്ഷോഭുകി നിർബിന്ദന്നതിഗർഭ നിർഭരകള ദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. യുദ്ധമുറകൾ പ്രദർശിപ്പിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അസുരധാമനെ അങ്ങ് വീണ്ടും കൈകളിൽ പിടിക്കുകയും ഉമ്മറപ്പടിമേൽ ഇരുന്ന് സ്വന്തം ഊരുക്കളിൽ കിടത്തി മാറിടത്തിൽ മൂർച്ചയേറിയ നഖങ്ങൾ ഇറക്കുകയും ചെയ്തു. പിളർക്കപ്പെട്ട മാറിൽ നിന്ന് പാഞ്ഞൊഴുകിയ ചുടുചോര അങ്ങ് ഉത്സാഹത്തിമർപ്പോടെ ധാരാളം കുടിക്കുകയും ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കരുത്തുള്ള ഗർജനങ്ങൾ മുഴക്കുകയും ചെയ്തു. त्यक्तात्वं हतमाशु रक्तलहरी सिक्तो नमध्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपडलीं चाख्याद्यमाने त्वयि भ्राम्यद्भूमिविकम्पितां बुधिकुलं व्यालोलशैलोत्ककम् प्रोत्सर्पत्खचरं चराचरमहो दुस्तामवस्थां दधौ. അങ്ങനെ കൊല്ലപ്പെട്ട അസുരനെ വിട്ട് രക്തത്തിൽ കുതിർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ശരീരത്തോടെ അങ്ങ് കുതിച്ചു ചാടുകയും അസുരഗുണത്തെയെല്ലാം ഒന്നൊഴിയാതെ തിന്നു തീർക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ആ സംഹാര താണ്ഡവം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കലങ്ങിമറിഞ്ഞ സമുദ്രങ്ങളോടും ഇളകിയാടുന്ന പർവ്വതങ്ങളോടും സദാ പ്രഹരമേറ്റു മേലോട്ടുയരുന്ന പ്രഭാപടലങ്ങളോടും കൂടിയ ഭൂമി മുഴുവനും നിലതെറ്റി സ്ഥിതി ചെയ്തു. तावत् मां सवपाकराळवपुषं घोरान्ध्रमालाधरं त्वां मध्ये सभमिद्धरोषमूषिदं दुर्वारवम् अभ्येतुं न शशाक कोऽपि भुवने दूरे स्थिता भीरवः सर्वे विरिञ्ज वासवमुखा प्रत्येकमस्तोषधा. അതിനിടയിൽ രക്തമാംസങ്ങൾ പുരണ്ട് ഭീമകാരമായി തീർന്ന ശരീരത്തോടെ കുടൽമാല ചൂടിക്കൊണ്ടും കോപാന്ധമായും ഇടതടവില്ലാതെ ഗർജിച്ചുകൊണ്ടും സഭാമധ്യത്തിൽ നിന്നിരുന്ന അങ്ങയുടെ അരികിൽ വരാൻ ലോകത്തിൽ ആരും തന്നെ ശക്തരായില്ല.
ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നിവരെയെല്ലാം ഭീതി മൂലം ദൂരെ നിന്ന് വേറെ വേറെ അങ്ങയെ വാഴ്ത്തി. ഭൂയോപ്യക്ഷതരോഷ്ഠാമിനി ഭവതി ബ്രഹ്മാജ്ഞയാ പാലകേ പ്രഹ്ലാദേ പദയോർനമത്യ പഭയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധനി സമധാ സ്തോത്രൈരഥോദ്ഗായത തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. വീണ്ടും കോപം മുഴുവൻ ക്ഷയിക്കാതിരിക്കെ പേടിയില്ലാത്തവനും ബാലകനുമായ പ്രഹ്ലാദൻ ബ്രഹ്മാവിന്റെ വാക്കുകളനുസരിച്ച് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഉടനെ പ്രശാന്തനായി തീർന്ന അങ്ങ് ദയാപരവശനായി അവന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നീട് സ്തോത്രങ്ങളാൽ ഉദ്ഗാനം ചെയ്യുന്ന അവന് ആഗ്രഹമില്ലാതിരുന്നിട്ടുകൂടി അങ്ങ് ലോകാനുഗ്രഹാർത്ഥം വരം കൊടുത്തു. ഏവം നാട്ടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരപോ കസ്ത്വാം പരോലംഘയേത് പ്രഹ്ലാദ പ്രിയ ഹേ മരുപുരപദേ സർവാമയാത് പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദം. ഇത്തരത്തിൽ അഭിനയിക്കപ്പെട്ട രൗദ്ര പ്രവർത്തികളോടെ ഉപനിഷത്തുകളിൽ പുകഴ്ത്തിയിട്ടുള്ള പരിശുദ്ധമായ മഹാത്മശാലിയും അത്യന്തം പവിത്രമായ ആകൃതിയോട് കൂടിയവനുമായ ഈശ്വര, അങ്ങയെപ്പോലെ സർവോത്തമനായ ഒരാളെ ആർ അവഗണിക്കും? പ്രഹ്ലാദ പ്രിയനായ ഗുരുവായൂരപ്പ, എന്നെ സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാ വിഷമതകളിൽ നിന്നും നമ്മളെയും ഭഗവാൻ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. കാര്യം, നമ്മൾ പ്രയാസങ്ങളുള്ള ലോകത്തേക്കാണ് വന്നത്. ഇവിടെ പ്രയാസങ്ങൾ ഒട്ടും പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ചെളിക്കുണ്ടി വന്നിട്ട് ദേഹത്ത് ചെളി പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കും. അപ്പൊ നമ്മൾ ചെളിക്കുണ്ടിലേക്കാണ് വന്നത്. പക്ഷെ ഈ ചെളിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനാണ് സാക്ഷാൽ നരസിംഹ ഭഗവാൻ വന്ന് പ്രഹ്ലാദനെ രക്ഷപ്പെട്ടതുപോലെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നരസിംഹ ആരതിയിലോട്ട് പോകാം. ഹരേ കൃഷ്ണ. ആ സമയത്ത് നമ്മൾ നരസിംഹ കീർത്തനം ചൊല്ലും. നരസിംഹ ആരതിയും ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് ശില്പമാതാജി എന്തെങ്കിലും 2 മിനിറ്റ് ഉണ്ടോ മെസ്സേജ് കൊടുക്കാൻ? സ്മിതമാതാജി അവിടെ റെഡിയാണോ? ഒരു 2 മിനിറ്റ്. Yeah, I think Hiranyakashipu and Ravanan എല്ലാവരും എന്താണ് വളരെ ടാലന്റഡ്, സ്കിൽഡ്, നോളജബിൾ വ്യക്തികളായിരുന്നു. പക്ഷെ അവരെ താഴെ കൊണ്ടുവരുന്നത് അവരുടെ അഹങ്കാരമാണ്. സോ Hiranyakashipu had 4 sons, including Prahlada, and ഒരു daughter, Simhika. അപ്പം പ്രഹ്ലാദ്, all the sons, എല്ലാ മക്കൾക്കും ഹിരണ്യകശിപുടെ നല്ല ക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പ്രഹ്ലാദ് ഓൾസോ. എല്ലാവർക്കും സ്കിൽസ് ഉണ്ടായിരുന്നു, ടാലന്റ് ഉണ്ടായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പ്രഹ്ലാദൻ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു, ഇവരിൽ നിന്നും മാറി നിൽക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ his main quality, that is his devotion to Hari, devotion to Lord. That is what is keeping him different from all his brothers and sisters. നോക്കൂ, ഹിരണ്യകശിപ്പുവും പ്രഹ്ലാദനും ഒരേ കൊട്ടാരത്തിൽ ഒരേ മുറിയിൽ നിൽക്കുകയാണ്. എന്നാലും ഹിരണ്യകശിപ്പു ചോദിക്കുന്നുണ്ട്, എവിടെടാ നിന്റെ ഹരി എന്ന് ചോദിക്കുന്നുണ്ട്. സോ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ഹരി അല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ഒക്കെ ഹരിയാണല്ലോ.
ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശമുച്യത്തെ ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്തേ ഈശ്വരഃ. ഭഗവാൻ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കണം നമ്മളും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ടാവും. പണം തന്നിട്ടുണ്ടാവും, ബുദ്ധി തന്നിട്ടുണ്ടാവും, സൗന്ദര്യം തന്നിട്ടുണ്ടാവും, എന്തും തന്നിട്ടുണ്ടാവും, നല്ല ഫാമിലി തന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾക്ക് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് നമ്മൾ ഭഗവാനെ ആലോചിച്ച് അല്ലെങ്കിൽ സ്മരണം ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടതും നമ്മൾ എല്ലാം താങ്ക്ഫുൾ ആയിരിക്കേണ്ടതും. So this is what the story of Prahlada teaches us in this world, you know. Actually there are two reasons why we ellarum choikkarundu Radha Krishnade image aanu nammal we are always following allengi we do puja on, but why Narasimha Deva also, you know, there's a question like that. Why not ennaana question? Because Narasimha Deva will remove all the obstacles in the path of our journey towards Radha Krishna. So that is the first thing we need. Narasimha Deva's blessings we need, so that he removes all the obstacles parna mainly idana nammade aham enna bhavam maati tera adu Narasimha Devakke maatre pattu. Hare Krishna. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ സന്തോഷം പറഞ്ഞതിൽ നമ്മുടെ എല്ലാ ഒബ്സ്റ്റക്കിൾസും, ജീവിതത്തിലെ തടസ്സങ്ങൾ, ആക്ച്വലി നമ്മൾ എല്ലാ കാലത്തും സ്പിരിച്വൽ കാര്യങ്ങൾ, ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭൗതികമായ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗണേശനെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഗണപതി ഹോമങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഈ സാക്ഷാൽ വിഘ്നേശന് അതിൻ്റെ ആ കഴിവ്, ആ പവർ, സിദ്ധി കൊടുക്കുന്നത് നരസിംഹ ഭഗവാനാണ്. അതായത് ശ്രീ മഹാഗണപതിയുടെ ഗുരുവാണ് സാക്ഷാൽ ശ്രീ നരസിംഹ ഭഗവാൻ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ നരസിംഹ ആരതി ചെയ്തുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരോടും ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ സന്നിഹിതരായി ഭഗവാന്റെ കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കാനുള്ള മനസ്സും കാട്ടിയതിലും നരസിംഹ ഭഗവാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നതിനും എല്ലാവരോടും നന്ദി. ഹരേ കൃഷ്ണ. സ്മിതമാതി ശരി റെഡിയല്ലേ അവിടെ നരസിംഹ കീർത്തനം ചെയ്യാൻ? റെഡിയല്ലേ മാതാജി, സ്മിത മാതാജി, സ്നേഹ റെഡിയല്ലേ അവിടെ നരസിംഹ കീർത്തനം ചെയ്യാൻ? പ്രഭു, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ക്ലാസ് ഉണ്ടെന്ന്, ഞാൻ പ്രഭുവിന് മെസ്സേജ് അയച്ചിരുന്നു. നരസിംഹ കീർത്തനം ഇന്ന് നന്ദന ചെയ്യൂ. ഹരേ കൃഷ്ണ. ഇവിടെ നരസിംഹ ആരതി ചെയ്യും. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. 1 മിനിറ്റ്. എല്ലാവർക്കും നരസിംഹ കീർത്തനം അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കൂടെ നിന്നാൽ മതി, മിക്കവാറും പേർക്ക് അറിയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്.
സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനി ഹിരണ്യകാശിപൂർദക്ഷഃ ക്ഷീരദംഗാനകാലായി ഇതോ നരസിംഹോ പരദോ നരസിംഹോ യതോ യതോ യാമി തതോ നരസിംഹോ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരീനാദാ അത്ഭുത ശൃംഗാലിതാ ഹിരണ്യകശിപൂ കാരുവൃംഗാ കേശവദത്താ നരഹരിരൂപാ ജയ ജഗദീശ ഹരി ജയ ജഗദീശ ഹരി ജയ ജഗദീശ ഹരി ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ. ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുർമൃത്യും നമാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുർമൃത്യും നമാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുർമൃത്യും നമാമിഹം. ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മാമുഖ ജയ പത്മഭൃംഗ വിഘ്ന വിനാശ നരസിംഹ ഭഗവാൻ കീ ജയ്. നരഹരി കീ ജയ്. പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. ഓം തത്സത്. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും ജീവിതത്തിലെ വിഷമങ്ങളും മാറ്റട്ടെ എന്ന് വീണ്ടും 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 നമ്മൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബത്തിലും നരസിംഹ ഭഗവാന്റെ സംരക്ഷണ ഉണ്ടാകട്ടെ. നമ്മള് രാജമന്ത്രം എന്നാണ് നരസിംഹ കവചത്തെ പറ്റി പറയുന്നത്. രാജമന്ത്രം. നമ്മൾ ആ കവചം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മന്ത്രങ്ങളുടെ എല്ലാം രാജാവാണ് നരസിംഹ കവചം. ആ നരസിംഹ കവചം ഓരോരുത്തരും ദിവസവും ചെല്ലാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. എന്ത് മെസ്സേജസ്? പ്രഹ്ലാദ് മഹാരാജ് ഇന്ന് രാവിലെ ഗുരുമഹാരാജന്റെ ലെക്ചറിൽ പറഞ്ഞിട്ടായിരുന്നു, പ്രഹ്ലാദ് മഹാരാജിന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് ഡിറ്റർമിനേഷൻ, അതായത് നമ്മുടെ ജീവിതത്തിൽ എത്ര ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ വിടില്ല എന്നുള്ളത്. എപ്പോഴും നമ്മൾ ഭഗവാന്റെ എന്താ പറയാ ഡിവോട്ടി ആയിട്ട് തന്നെ ഇരിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സറണ്ടർ. അതായത് ഇപ്പൊ പ്രഹ്ലാദ് മഹാരാജിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സറണ്ടർ ആണ്. ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നരസിംഹ ചതുർദശിയായിട്ട് നമ്മൾ പ്രഹ്ലാദ് മഹാരാജിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് ഡിറ്റർമിനേഷൻ, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഡിവോഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തെ കാര്യം സറണ്ടർ, ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ആകും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഡിറ്റർമിനേഷൻ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാം നമ്മുടെ കയ്യിലാണ്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നെല്ലാം നോക്കി നിന്നതിന് ശേഷം ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ പിന്നെ വഴിപാട് ഇടപാട് തുടങ്ങും. അതിനുശേഷമാണ് പിന്നെ സറണ്ടർ ചെയ്യാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.
മാതാജിയൊക്കെ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഹരേ കൃഷ്ണ. അത് തന്നെ, ഹരേ കൃഷ്ണ. എനിക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. അപ്പൊ ഇങ്ങനെ ഒരു എഫർട്ട് എടുത്ത് നടത്തുന്നത് എന്തായാലും നല്ല കാര്യം. അതെനിക്ക് പറയാതെ വയ്യ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവരുടെയും പ്രഭുവിന്റെ ഒക്കെ പ്രഭുവിനോട് നന്ദി, നരസിംഹ ഭഗവാനോട് നന്ദി. ആപത്ഘട്ടങ്ങളിൽ എല്ലാവരെയും രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആപത്ഘട്ടങ്ങളിൽ നമ്മളെ എല്ലാവരെയും അന്തർഭാഗത്തും പുരോഭാഗത്തും ബഹിർഭാഗത്തും ശിരോഭാഗത്തും നിന്നുകൊണ്ട് ഭഗവാനെ നരസിംഹ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സുശീം പ്രഭു ഹരേ കൃഷ്ണ, അനിൽ പ്രഭു, വിനിത മാതാജി ഹരേ കൃഷ്ണ, പ്രസിദ്ധ മാതാജി ഹരേ കൃഷ്ണ, ശില്പ മാതാജി ഹരേ കൃഷ്ണ, സുമാ മാതാജി ഹരേ കൃഷ്ണ, അമല്യ ഹരേ കൃഷ്ണ പ്രഭു, ശ്യാമസ്മിത മാതാജിയും കുടുംബവും ഹരേ കൃഷ്ണ, ഭൂവി പ്രഭു, ശശാങ്കൻ സ്നേഹ ഹരേ കൃഷ്ണ, രാജീവ് പ്രഭു ഹരേ കൃഷ്ണ, നന്ദന നന്നു ഹരേ കൃഷ്ണ, ശിവമാതാജി ഹരേ കൃഷ്ണ, ജയപ്രകാശ് പ്രഭു, അമൃത മാതാജി ഹരേ കൃഷ്ണ, കീർത്തന ഹരേ കൃഷ്ണ, പ്രശാന്ത് പ്രഭു, ദേവമാതാജി ഹരേ കൃഷ്ണ, യുഗ്വേദൻ നിവേദ് മഹാലക്ഷ്മി ഹരേ കൃഷ്ണ, സുരഞ്ജി ഹരേ കൃഷ്ണ, ശ്രീരഞ്ജിനി ഹരേ കൃഷ്ണ, അഭിനവ് അനബി ഹരേ കൃഷ്ണ, മനോജി ഹരേ കൃഷ്ണ, സിന്ധു മാതാജി, വിപിൻ പ്രഭു ഹരേ കൃഷ്ണ, ഗുരു ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ജാൻവി ഹരേ കൃഷ്ണ, ശ്യാം സുധീർ പ്രഭു ഹരേ കൃഷ്ണ, സിമി മാതാജി ഹരേ കൃഷ്ണ, ആകർഷ് കമല ഹരേ കൃഷ്ണ, ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ, ലക്ഷ്മി മാതാജി ഹരേ കൃഷ്ണ, മീര മാതാജി ഹരേ കൃഷ്ണ, വിജയ മാതാജി ഹരേ കൃഷ്ണ, ഗോപിനാഥ് പ്രഭു ഹരേ കൃഷ്ണ, റിജു മാതാജി ഹരേ കൃഷ്ണ. താങ്ക് യു. നമുക്ക് വീണ്ടും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നാളെ പതിവ് പോലെ രാമായണത്തിന്റെ സെഷൻ ഉണ്ടാകും. ബുധനാഴ്ച കുട്ടികളുടെ ക്ലാസ് ഉണ്ടാവും. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടും ഫാമിലി ക്ലാസ് ഉണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഞാൻ അരമണിക്കൂറാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ജാൻവി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അനവി ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ ചെയ്യാം. 9, 8, Okay. 7, 6, 5, 4, 3, 2, 1. Hare Krishna. Thank you to all. Hare Krishna. Hare Krishna.